ജീവിതം ഒരു ഭാരമല്ല, അത് മധുരമാക്കാൻ നമുക്ക് കഴിയണം. നമസ്കാരം, KKG ഫിറ്റിന്റെ 195-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു യുവാവിൻ്റെയും തണ്ണിമത്തൻ്റെയും കഥ പറയാം. ഈ കഥയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമുണ്ട്. സ്വന്തം പ്രശ്നങ്ങളുടെ ഭാരം ചുമന്ന് തളരുന്നവർ ഇത് കേൾക്കുന്നത് വളരെ നല്ലത്. ഒരിക്കലൊരു യുവാവ് ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, എന്താണ് സന്തോഷത്തിൻ്റെ രഹസ്യം? ഗുരു അവന് ഒരു പരീക്ഷണം നൽകി. നീ മാർക്കറ്റിൽ പോയി നിനക്കിഷ്ടമുള്ള ഏറ്റവും വലിയൊരു തണ്ണിമത്തൻ വാങ്ങുക. അത് തലയിൽ വച്ച് താഴെ വീഴാതെ ഈ ഗ്രാമം മുഴുവൻ ചുറ്റി വരിക. അവൻ വലിയൊരു തണ്ണിമത്തൻ വാങ്ങി യാത്ര തുടങ്ങി. വഴിയരികിൽ പലരും അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ഒരിടത്ത് ആളുകൾ വലിയ ആഘോഷത്തിലായിരുന്നു. മറ്റൊരിടത്ത് ഒരു കൂട്ടം കുട്ടികൾ സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ഒന്നിനും നിൽക്കാതെ തൻ്റെ തലയിലുള്ള തണ്ണിമത്തൻ്റെ ഭാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പല്ലും കടിച്ചു പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. ഗുരുജി ചോദിച്ചു, യാത്രയിൽ നീ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ അറിഞ്ഞു? അവൻ പറഞ്ഞു, ഗുരുജി, ആളുകൾ ചിരിക്കുന്നതും കരയുന്നതും കണ്ടു. പക്ഷേ ഈ തണ്ണിമത്തൻ്റെ ഭാരം കാരണം എനിക്ക് ഒന്നിനോടും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഗുരു ആ വലിയ സത്യം പറഞ്ഞു കൊടുത്തത്. മകനെ, ഈ തണ്ണിമത്തൻ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. നീ തന്നെ തിരഞ്ഞെടുത്ത നിന്റെ ഭാരങ്ങൾ. തലയിലുള്ള പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടന്നാൽ ജീവിതത്തിലെ മറ്റു കാഴ്ചകളൊന്നും നിനക്ക് കാണാനാവില്ല. നിന്നെ പരിഹസിച്ചവരെ നോക്കി നിനക്കൊന്ന് ചിരിക്കാമായിരുന്നു. സന്തോഷിക്കുന്നവരുടെ കൂടെ ചേർന്ന് ആ നിമിഷങ്ങൾ ആസ്വദിക്കാമായിരുന്നു. കരയുന്ന കുട്ടികളെ ഒന്ന് സാന്ത്വനിപ്പിക്കാമായിരുന്നു. പക്ഷേ നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഭാരമുള്ള ഈ തണ്ണിമത്തൻ ഒരു നാൾ നിനക്ക് ഇറക്കി വയ്ക്കാൻ കഴിയും. അന്നത് മുറിച്ചാൽ നിനക്ക് മതിവരുവോളം കുടിക്കാനുള്ള മധുരമേറിയ ജ്യൂസ് അതിലുണ്ടാകും. അതുപോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും. ഇന്നത്തെ നിന്റെ കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനും ഉള്ളിൽ നാളത്തെ വലിയൊരു വിജയത്തിൻ്റെ മധുരം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ തലയിലുള്ള ഭാരം നിനക്ക് അനുഭവപ്പെടില്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരാളെ പോലെ ലോകത്തെ നോക്കി പുഞ്ചിരിക്കാനും എല്ലാത്തിലും സന്തോഷത്തോടെ ഇടപെടാനും നിനക്ക് സാധിക്കും. സുഹൃത്തുക്കളെ, പ്രശ്നങ്ങൾ ചുമന്ന് ജീവിതം പാഴാക്കരുത്. അതിനുള്ളിലെ മധുരം നുണയാൻ കാത്തിരിക്കുക. എന്തു പറയുന്നു? ചിന്തയ്ക്ക് വകയുണ്ട്, അല്ലേ? ബൈ ഫ്രം KKG.